പീറ്ററിൻ്റെ സ്വർണ്ണക്കടയിൽ തിരക്കൊഴിഞ്ഞ നേരം 4 വയസ്സുള്ള ഒരു ബാലിക മടിച്ച് ആ കടയിലേക്ക് കയറി വന്നു. പീറ്ററിന് കൗതുകം തോന്നി. പീറ്റർ അവളോട് ചോദിച്ചു, മോൾ എന്താണ് വന്നത്? അവളൊന്നും മിണ്ടാതെ അവിടെ വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന എല്ലാ മാലകളിലേക്കും മാറി മാറി നോക്കി. പീറ്റർ ചോദിച്ചു, മോൾക്ക് ഏതു മാലയാണ് വേണ്ടത്? അവൾ അതിൽ ഒരു രത്നമാല തൊട്ട് കാണിച്ചു. പീറ്റർ ചോദിച്ചു, മോളുടെ കയ്യിൽ പൈസയുണ്ടോ? ഉണ്ട്. അവൾ തൂവാലയിൽ പൊതിഞ്ഞിരുന്ന അവളുടെ പണം പീറ്ററിനെ ഏൽപ്പിച്ചു. പീറ്റർ എണ്ണി നോക്കി, 11 സെൻറ്റ് മാത്രം. മോൾക്ക് ഏതു മാലയാണ് വേണ്ടത്? അവൾ തൊട്ട് കാണിച്ച മാലയ്ക്ക് $100 വിലയുണ്ടായിരുന്നു. പീറ്റർ ചോദിച്ചു വാത്സല്യത്തോടെ, മോൾക്ക് എന്തിനാണ് ഈ മാല? അവൾ പറഞ്ഞു, എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി മാത്രം, അച്ഛനും അമ്മയുമില്ല. ചേച്ചിയുടെ പിറന്നാളാണ് നാളെ. ആ ചേച്ചിക്ക് ഏറ്റവും മനോഹരമായ ഒരു സമ്മാനം വാങ്ങാൻ എനിക്ക് കിട്ടിയ ചില്ലറ തുട്ടുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ച് ഒരു മാല വാങ്ങി നൽകുവാൻ വന്നതാണ്. ഒന്നും മിണ്ടാതെ പീറ്റർ ആ രത്നമാല എടുത്ത് ഭംഗിയായി പൊതിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ എഴുതി ആ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി അവൾ വീട്ടിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ആ ബാലികയെയും കൂട്ടി അവളുടെ ചേച്ചി പരിഭ്രമിച്ച് ഈ പീറ്ററിൻ്റെ കടയിലേക്ക് കയറി വന്നു. പീറ്ററിനോട് ചോദിച്ചു, എൻ്റെ അനുജത്തി ഈ മാല കൊണ്ടുവന്നിരിക്കുന്നു, ഇത് യഥാർത്ഥ രത്നങ്ങളാണോ? പീറ്റർ പറഞ്ഞു, അതേ മോളെ, ഇത് യഥാർത്ഥ രത്നങ്ങളാണ്. ഇതിൻ്റെ വില എൻ്റെ അനുജത്തി തന്നോ? പീറ്റർ പറഞ്ഞു, അവൾക്കുള്ളത് മുഴുവനും തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയാണ് ബഹുമാനിക്കേണ്ടത്? ആരെയാണ് ആദരിക്കേണ്ടത്? ആരെയാണ് സ്നേഹിക്കേണ്ടത്? തൻ്റെ ചേച്ചിക്ക് മനോഹരമായ ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിച്ച ആ കുഞ്ഞു ബാലികയെയോ? അത് തൻ്റെ അനിയത്തി ഒരു രത്നമാല കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ വില അവൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും തിരിച്ച് ആ കടയിൽ കൊണ്ടുപോകാൻ അവളെ സ്നേഹിക്കുന്ന അവളുടെ ചേച്ചിയെയോ? അതോ $100 വിലയുള്ള ഒരു സ്വർണ്ണമാല ആ കുഞ്ഞുങ്ങൾക്ക്, അനാഥരായ ആ കുഞ്ഞുങ്ങൾക്ക് 11 സെൻറ്റിന് നൽകാൻ മനസ്സ് കാണിച്ച പീറ്ററിനെയോ? ആരെയാണ്? പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൈയൊപ്പുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ഉദാരമായ ദാനശീലം. നമുക്കും അങ്ങനെ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന ഉദാരമായ ദാനശീലം നടത്താൻ കഴിയട്ടെ.